പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ പോയി പ്രാർത്ഥിക്കുമായിരിക്കും. നമ്മൾ ജപമാല ഇടുമായിരിക്കും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരിക്കും. നമ്മൾ അങ്ങനെ ആൾക്കാർ നോക്കുമ്പോൾ ഒരു നന്നായിട്ട് ഭക്തനായ ഒരു മനുഷ്യനായിരിക്കും ഞാൻ. പെട്ടെന്ന് റൂള് വരിക, ആവശ്യങ്ങൾ സ്വീകരിക്കുന്നതല്ല, ഇനി മുതൽ ഈശോ ആവശ്യങ്ങളൊന്നും സാധിച്ചു തരുന്നതല്ല എന്നൊരു റൂള് വരുവാണെങ്കിൽ നമ്മളിൽ എത്ര പേര് കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും? ഈശോയുടെ അടുത്ത് ഇരിക്കുമോ? ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുമോ? ചുമ്മാ ചിന്തിച്ചോടെ, എൻ്റെ ആവശ്യങ്ങൾ കേൾക്കപ്പെടത്തില്ലെങ്കിൽ ഞാൻ ഈശോയുടെ അടുത്ത് പോകും. അങ്ങനെ ഈശോയുടെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തമ്പുരാനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സ്നേഹമായിരിക്കണം. എനിക്ക് ഈ ആവശ്യത്തെക്കാൾ ഈശോനെ ഞാനൊരു ശക്തിയായിട്ടല്ല, ഒരു വ്യക്തിയും എൻ്റെ ഒരു അടുത്ത ബന്ധത്തിലുള്ള ഒരാളാണെങ്കിൽ മാത്രമേ പിന്നെ എനിക്ക് ഈശോയുടെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബന്ധം ഈശോയുടെ ഉണ്ടോ? ഈശോയുടെ ഇല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഈശോ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈശോയുടെ അടുത്ത് പോയിട്ട് ഈശോയെ എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈശോയെ ഈശോയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഈശോയെ അങ്ങക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഈശോയെ ഇങ്ങനെ ചുമ്മാ നോക്കിയിരുന്നിട്ടുണ്ടോ? ഈശോയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഈശോയെ ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ടി മരിച്ച് എൻ്റെ പാപങ്ങൾക്ക് പൊറുതി ലഭിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തുകയാണ് ഈശോ. ഈശോ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈശോ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഞാനെൻ്റെ ഈശോനെ ഇങ്ങനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഈശോനെ ഞാൻ വേറൊരു ശക്തിയായിട്ട് മാത്രം കാണുന്നെങ്കിൽ ഇപ്പോൾ തീരുമാനം എടുക്കണം. ഇതെങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നേ? സ്നേഹിക്കാൻ പറ്റുന്നത് കർത്താവ് പറഞ്ഞ കാര്യം തന്നെ. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ എങ്ങനെ ചൊരിയപ്പെടുക? തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്ര അധികമായി പരിശുദ്ധാത്മാവ് നൽകുകയില്ല. നമ്മൾ ചോദിച്ചാൽ നമുക്ക് ആ സ്നേഹം കിട്ടും. നമ്മൾ ചോദിക്കണം, ഈശോയെ എനിക്ക് തന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് പഠിപ്പിക്കാവോ, എന്നെ ഒന്ന് സ്നേഹിക്കാവോ? ആ സ്നേഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ഈശോയുടെ അടുത്ത് നമ്മൾ പോയി ഇരിക്കുന്നതൊക്കെ നമുക്കൊരു ആനന്ദമാവുകയും. ഒന്ന് ആലോചിച്ച് നോക്കുകയും, ഒരു കാര്യമില്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിലും കർത്താവിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ചങ്കിൽ എപ്പോഴും ഞാൻ ഈശോയെ കൊണ്ടു നടക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിച്ച് എന്തൊരു രസമായിരിക്കും അത്, എന്തൊരു അഭിഷേകമായിരിക്കും അത്. നമ്മളങ്ങനെ കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന സമയത്ത്, ഈശോയെ സ്നേഹിക്കുന്ന സമയത്ത് അറിയാതെ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ ദൈവം സാധിച്ചു തരുന്ന, അതാണ് വേണ്ടത്. അപ്പം നമ്മുടെ സ്നേഹമൊക്കെ നമുക്ക് അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈശോയോട് ചോദിക്കാം, ഈശോ എനിക്ക് നിന്നെ സ്നേഹിക്കണം, എന്നെ പഠിപ്പിക്കണേ എന്നിങ്ങനെ ഈശോയോട് ചോദിക്കാം. ഈശോ ഉറപ്പായിട്ടും പഠിപ്പിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കേണ്ടത്, ഈ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ഈ ആവശ്യങ്ങൾക്ക് ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് പറ്റണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈ വീഡിയോയുടെ കമന്റ് നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ചങ്കു പടച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടേ. കാരണം കർത്താവ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. ഒരുപാട് പേർക്ക് വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥനയെ. അങ്ങനെ അറിയാവുന്ന ആൾക്കാരൊക്കെ സമർപ്പിച്ച്, അല്ലെങ്കിൽ അറിയില്ലാത്തവരെങ്കിലും ഈശോയുടെ കയ്യിൽ കൊടുത്തിട്ട്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും ഈശോയെ ഒരു കാര്യമില്ലാതെ ചുമ്മാ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്തൊരു അഭിഷേകമായിരിക്കും. ആ ദിവസം കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. ആമേൻ.